ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്ത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ കുറച്ച് നൈക്കേന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകത്തെ ഒരു ചേതോ വികാരം ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് വീഡിയോ കിട്ടും. അതായത് ദേ ഇത്ര സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ, സാധാരണ ആ ബോക്സിലല്ലേ വരുന്നത്, ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ വരുന്ന ഇതെനിക്ക് തോന്നുന്നു നൈക്ക നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതായത് 60 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് 60 മിനിറ്റിനുള്ളിൽ സാധനം നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടും. അപ്പം അതായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പാക്കേജിങ് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഒന്നിച്ച് പൊട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് വാങ്ങാനുള്ളൊരു ചേതോ വികാരം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ചില ദിവസങ്ങളിൽ കുറച്ച് ലോ ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു എന്നാ പറയുന്നത്, ഒരു 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 സുഖമില്ലായ്മ പോലെ തോന്നും, ഒന്നും ചെയ്യാനൊന്നും തോന്നുന്നില്ല, പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ചുമ്മാ കിടന്നുകൊണ്ടിരിക്കാൻ തോന്നും, ചുമ്മാ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് ഇതേപോലെ ഷോപ്പ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു ഒരു ഫീൽ ഗുഡ് സംഭവം കിട്ടും. അതായത് ചിലവർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഓക്കെ, അങ്ങനെ എനിക്കങ്ങനെ ഫുഡ് കഴിക്കാൻ തോന്നിയില്ല. പകരം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഡ്രസ്സ് അങ്ങനെ മിന്ത്രയിലൊക്കെ കുറേ നോക്കി, കുറേ കാർട്ടിലേക്ക് ആഡ് ചെയ്തു, പക്ഷേ പേ ചെയ്തില്ല, വാങ്ങിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ കാർട്ട് ഭയങ്കര ഫുള്ളാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വാങ്ങാൻ സാധ്യതയില്ലാത്ത കുറേ സാധനമൊക്കെ ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കും, കുറേ കഴിഞ്ഞ് കാർട്ട് ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരില്ല. ആ സമയത്ത് ഞാനിതൊക്കെ കളയും. ഇങ്ങനത്തെ കുറച്ച് ശീലങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വാങ്ങിയത് എന്നാന്ന് വെച്ചാൽ ചുമ്മാ വാങ്ങിയതാണ്. അതായത് ഒരു ഫീൽ ഗുഡ് സാധനം കിട്ടാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ്. പിന്നെ ഈ സ്ത്രീകൾക്ക് പൊതുവെ, എല്ലാവരുടെയും കാര്യമല്ല, എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു 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 ഫ്രഷ് സ്റ്റാർട്ട് പോലെയൊക്കെ തോന്നും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അതോ ഞാൻ മാത്രമാണോ ഇങ്ങനെയൊക്കെ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്നൊക്കെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളൊന്ന് മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് സ്വയം നമ്മൾ ഗിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അതിന് ഒരുപാട് വിലയുള്ള സാധനമാവണമെന്നൊന്നുമില്ല, പക്ഷേ പുതിയത് എന്തെങ്കിലും, അതങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സോ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ കാണുന്ന പോലെ ഇത് ഫുള്ളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇച്ചിരി അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒരു കത്രിയൊക്കെ എടുത്ത് കുറച്ച് മാന്യമായിട്ട് കെട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായിട്ട് കാണിക്കാം. ആദ്യത്തേത് പ്ലമ്മിൻ്റെ ഈ മേക്കപ്പ് റിമൂവർ. വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് മിക്കപ്പോഴും എപ്പോഴും മേക്കപ്പ് ഉണ്ടാവും എൻ്റെ മുഖത്ത്. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോഴും ഉണ്ട്, കാണാമല്ലോ, കാണേണ്ട ആവശ്യമൊന്നുമില്ല, മേക്കപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു സ്കിൻ കെയറും നിങ്ങൾ ചെയ്തില്ല, സ്കിൻ കെയറിനെ കുറിച്ച് ഒട്ടും അവെയറല്ല, ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറല്ല എങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ്, അതിനിപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്യുന്നതായിക്കോട്ടെ, എന്താണെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് അത് റിമൂവ് ചെയ്തിട്ട് കിടക്കാവുള്ളൂ. അതും ഡബിൾ ക്ലെൻസിങ് ചെയ്യണം. ഒന്ന് ഇതേപോലെയുള്ളൊരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് ഓയിൽ വെച്ചിട്ടോ, എങ്ങനെയാണോ, ആക്നെ ഉള്ളവരൊന്നും ഓയിലിലേക്ക് പോകണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് പിന്നെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാരണ ഫേസ് വാഷ് ഉണ്ടാവില്ല, അത് വെച്ചിട്ടും കൂടി ഒന്ന് വാഷ് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, സ്കിൻ ആ രീതിയിൽ നമ്മൾ മേക്കപ്പും സ്കിൻ കെയർ സംഭവങ്ങളും എല്ലാം റിമൂവ് ചെയ്തിട്ട് കിടക്കാൻ പാടുള്ളൂ. സോ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ബാമ, അതെ, ഇതിങ്ങനെ ഉണ്ടാവുക. ജസ്റ്റ് എടുക്കുക, അവിടെ ഇവിടെയൊക്കെ കുറച്ച് തേച്ച് വയ്ക്കുക, എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പം മേക്കപ്പൊക്കെ ഏത് ഇളകാത്ത മേക്കപ്പും ഇളകി വരും. അപ്പോൾ അങ്ങനെയാണ്. തുറക്കുന്നില്ല, കാരണം എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ട്, അത് തീർന്നിട്ടില്ല. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്തോളാം. ഇതിൻ്റെ പ്രൈസ് പറയണോ? പ്രൈസ് അങ്ങനെ പറഞ്ഞോ? ഞാൻ MRP പറയാം, പക്ഷേ MRPയിലല്ല ഞാൻ വാങ്ങിയത്. എനിക്ക് എന്തായാലും ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് എത്ര കിട്ടിയെന്നാണ് ഇനി ഞാൻ ഫോണൊക്കെ എടുത്ത് നോക്കണം. ആ ഫോണിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ MRP പറയാം, 575 രൂപയാണ് MRP, പക്ഷെ അത്ര ആവില്ല. കാജൽ. ഒട്ടും മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾ പോലും ഉപയോഗിക്കുന്ന 2 സാധനങ്ങളായിരിക്കും നമ്മുടെ കാജലും ലിപ്സ്റ്റിക്കും എന്ന് പറയുന്നത്. അപ്പം ഈ കാജൽ, ഇത് നൈക്ക ബ്ലാക്ക് മാജിക് കാജൽ, നല്ല പേര്. അപ്പോൾ ഇൻറ്റൻസ് ബ്ലാക്ക് വാട്ടർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാനത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നതാണ്. ഇതായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. ഇപ്പം ഞാനിത് ഒന്ന് മാറ്റിയത് ഇത് അടിപൊളി അല്ലാത്തത് കൊണ്ടല്ല. വേറൊരാൾ, ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കുന്ന കാണുമ്പോൾ നമുക്ക് വാങ്ങാനുള്ള ഒരു ചെറുതായിട്ട് കൈ തരിക്കുമല്ലോ, അങ്ങനെ കൈ തരിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. നല്ല റിവ്യൂസൊക്കെ കണ്ടു, സ്മഡ്ജ് പ്രൂഫാണ് അത് ഇതെന്നൊക്കെ കണ്ടു. പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട. ഇതെങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 199 രൂപ. എനിക്ക് തോന്നിയത് ഞാൻ ഫുൾ പേ ചെയ്തു എന്നാണ് തോന്നുന്നത് കേട്ടോ.
കാജൽ വാങ്ങിയപ്പം അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയതാണ് നൈക്ക. ഞാൻ ഈ നൈക്കേൻ്റെ പ്രൊഡക്റ്റ്സ് അധികം ഉപയോഗിക്കാറില്ല. ഏതോ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തൊക്കെയോ 1-2 സാധനങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നൈക്കേൻ്റെ തന്നെ നമുക്ക് നല്ല ഇത് കിട്ടും, ബോഡി വാഷ്. അത് അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. അത് യൂസ് ചെയ്യാറുണ്ട്, അത് സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്. ഐലൈനറാണ്. ഞാൻ അങ്ങനെ അധികം ഐലൈനർ യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ എനിക്ക് മാറ്റാണ് കുറച്ചുകൂടി ഇഷ്ടം. ഇത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 325 ആണ്. പക്ഷെ 325 ഞാനിതിന് കൊടുത്തിട്ടില്ല, ഒരു 200 ആൻഡ് ചേഞ്ച് അത്രയൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഒരു മാറ്റ് ഫിനിഷുള്ളൊരു പാക്കേജ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് സാധനം ഉള്ളത്. ഇതാണ് അതിൻ്റെ അപ്ലിക്കേറ്റർ വലുതും ഇത് ഇത്രയും, അത്രേ ഉള്ളൂ. മാറ്റ് ഫിനിഷിങ് തന്നെയാണ് കേട്ടോ. അത് അബ്സോർബ് ആവുന്നുണ്ട്, പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി ഇത് വേറൊന്നുമല്ല, ഹെയർ കോംബ്. ഈ ഒരു ഹെയർ കോംബ് ഞാൻ വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് രഞ്ജുവിന് വേണ്ടി വാങ്ങിയതാണ്. ഇതാണ് എൻ്റെ മുടിയിരുന്ന സംഭവം, ബ്രഷ് എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ല രസം, ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര എന്താ പറയുക, ഒട്ടും നമ്മുടെ സ്കാൽപ്പ് നോവിക്കാതെ നമ്മുടെ മുടിയൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് ഡീറ്റാങ്കിൾ ചെയ്ത് തരും. പക്ഷേ ഇത് ഞാൻ വാങ്ങിയ പിന്നെ രഞ്ജു ആയിക്കോട്ടെ ചിക്കു ആയിക്കോട്ടെ അവരിത് തന്നെ യൂസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ബേസിക് ആയിട്ടുള്ള ഹൈജീൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോമ്പൊന്നും വേറൊരാൾക്ക് കൊടുക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള ഡേർട്ട് അല്ലെങ്കിൽ എസ്പെഷ്യലി ഡാൻഡ്രഫ് സ്പ്രെഡ് ആവാൻ ഇതിലും വലിയൊരു വഴി വേറെ ഒന്നുമില്ല. വിൻ്റർ സീസണിലാണ് എനിക്ക് സാധാരണ ഡാൻഡ്രഫ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഇത് എൻ്റെ കോമ്പ് അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്കും അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനത്തെ തന്നെ വേണമെന്ന് പറഞ്ഞു. അതേ ഷേപ്പും അതേ കളറും ആണെങ്കിൽ ഇത് മാറിപ്പോവില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ആ കളറല്ല, സെയിം കളറല്ല, പക്ഷേ അതിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറും ഈ സെയിം ഷേപ്പല്ല, ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഈ ഒരു കോമ്പ് വാങ്ങി. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലതാണ്. ഇതിൻ്റെ പ്രൈസ് ഉണ്ടല്ലോടാ 265. പക്ഷേ 265 ആയിട്ടില്ല, പക്ഷേ 200 ആയിട്ടുണ്ടാവണം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, കാരണം അവർക്ക് വാങ്ങിയതല്ലേ. അപ്പം വിത്ത് പാക്ക് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. ഇത് എല്ലാവർക്കും അറിയാവുന്ന തന്നെ കാർമേസി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് തോന്നുന്നു. അതിൻ്റെ ഫേഷ്യൽ റേസറാണ് ഞാൻ യൂഷ്വലി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിപ്പം എനിക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഉള്ളത്. ഇതിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന, ഇത് നമുക്കിപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക, ഇവിടേക്ക് ആക്കുക, അപ്പോൾ ഹെയർ റിമൂവ് ആയി കിട്ടും. ഓക്കെ, ഇതിൻ്റെ തന്നെ നമുക്ക് ഈ ഹെഡ് റിമൂവ് ചെയ്ത് ഇത് നമ്മുടെ ബിക്നി ലൈൻ അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് വേറൊരു ഷേപ്പിലുണ്ട്, ഐബ്രോസിൻ്റെ അവിടുത്തെ റിമൂവ് ചെയ്യാനായിട്ട് വേറൊരു ഷേപ്പിലുണ്ട്. അങ്ങനെ പല ഷേപ്പിൽ ഈ സാധനം കിട്ടും, ഇതിൻ്റെ ഈ ഹെഡ് കിട്ടും. അപ്പോൾ ഞാൻ ഇതാണ് തൽക്കാലം ഉപയോഗിക്കുന്നത്. പക്ഷെ ചില സമയത്ത് എനിക്ക് ഇങ്ങനത്തെ റേസേഴ്സ് യൂസ് ചെയ്യാൻ തോന്നും. എനിക്ക് ഐബ്രോൻ്റെ അവിടെയൊക്കെ അതിൻ്റെ ഐബ്രോൻ്റെ വെക്കുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഐബ്രോൻ്റെ മാത്രം. അല്ലാതെ ബിക്നി ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ ആയിക്കോട്ടെ അതിനൊക്കെ അത് പെർഫെക്റ്റ് ആണ്. സോ ഈ ഒരു കൈൻഡ് ഓഫ് റേസേഴ്സ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു +2 തൊട്ടിട്ടൊക്കെ ഇങ്ങനത്തെ പല ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ MRP വന്നിട്ട് 249 രൂപ. ഇത് one of the best serums available in the market in India. ഓക്കെ, കുറേ നാളായിട്ട് നിങ്ങൾ എൻ്റെ ഏത് വീഡിയോസിൽ ഇപ്പം ഒരു ഹെയറിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോസ് ആണെങ്കിൽ എല്ലാത്തിലും നിങ്ങൾ കാണുന്നതാണിത്. ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അടിയിൽ ഇച്ചിരി ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു 2-3 ദിവസം കൂടെ അപ്ലൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ ആക്ച്വലി രഞ്ജുവിന് വാങ്ങിക്കൊടുത്ത, ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ, മനസ്സിലായില്ല, ഒന്നും ആൾ ഉപയോഗിക്കാറില്ല. ഇത് രഞ്ജുവിൻ്റെ, കണ്ട ആ അർത്ഥവ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് രണ്ടും ഏകദേശം തീർന്നു. അപ്പം ഞാനിത് റീസ്റ്റോക്ക് ചെയ്താണിത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളിപ്പം ഡെയിലി ഉപയോഗിച്ചാൽ പോലും സുഖമായിട്ട് ഒരു 6 മാസമൊന്നുമല്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇത് വരും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 729. അഗെയിൻ 729 ഒന്നും ഇല്ല കേട്ടോ, അത്രയൊന്നും ഇല്ല ഇതിൻ്റെ പ്രൈസ്. ഹെയർ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ചില ബേബി ഹെയർസൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കും, പറന്നിരിക്കില്ലേ. അപ്പോൾ ആ സമയത്ത് ഇത് കുറച്ചെടുക്കുക, കയ്യിൽ നിന്ന് ഇങ്ങനെ ആക്കുക, അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അതവിടെ സെറ്റാണ്. ആ ഒരു ഓയിലി ആയിട്ടുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല. പക്ഷേ ഒരുപാട് അപ്ലൈ ചെയ്യരുത്, അപ്പോൾ എന്തായാലും ഓയിലി ആയിട്ടുള്ള സാധനം കിട്ടും. അല്ലാത്ത പക്ഷം ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ഗുഡ്. നല്ല സ്മെല്ലാണ്. ഇതെന്നാണെന്നറിയോ, ടിപ്സി ബ്യൂട്ടീൻ്റെ
ലിപ് ബാമാണ്. ഇത് ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ലിപ് ബാം ആണെങ്കിൽ പോലും ഇതിന് നല്ലൊരു ടിൻറ്റ് ഉണ്ട്. ഓ, എന്തൊരു രസമുള്ള കളറാണ് നോക്ക്. ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഒരു മെറൂൺ പോലത്തെ ഒരു കളറാണ്. ഇത് ലിപ് ബാമാണ്. വിസ്കി കുറയ്ക്കുന്നു. ഇത് ലിപ് ബാമാണ്, പക്ഷേ നല്ല ടിൻറ്റഡ് ലിപ് ബാമാണ്. ഒരു നമ്മുടെ സമ്മതിക്കൂല, നമ്മുടെ ലിപ്സിൻ്റെ ആ ലൈൻസിനെയൊക്കെ ബ്ലർ ചെയ്യുന്ന കൂട്ടൊരു ഒരു അങ്ങനത്തെ ഒരു ടെക്സ്ചർ. സീ ദിസ്. എൻ്റെ അപ്ലിക്കേറ്റർ നോക്ക്, സ്ട്രോബെറി. ഓ വാ, അടിപൊളി. എടാ, ഇത് പക്ഷേ കുറച്ച് പ്രൈസ് ഉണ്ട്. ഇതിൽ വലിയ ഡിസ്കൗണ്ട് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 699 രൂപ. അത്രയും പേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്ത് തരാം. എൻ്റെ അപ്ലിക്കേറ്ററൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു മെറ്റൽ അപ്ലിക്കേറ്റർ വരുന്നത്. ആൻഡ് ദ പാക്കേജിങ് ഇസ് ടു ഗുഡ്. അത് സ്പ്രെഡ് ചെയ്യണ്ടായിരുന്നു അല്ലേ? സ്പ്രെഡ് ചെയ്ത് ഞാൻ കൊളാക്കി. പക്ഷേ അതേ സാധനം ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാം കേട്ടോ. ഇനി 2 പ്രൊഡക്ട്സും കൂടി ഉള്ളൂ. അതിലൊരെണ്ണം നൈക്കേൻ്റെ തന്നെ ലിപ്പ് ലൈനറാണ്. ഞാൻ യൂഷ്വലി മാർസിൻ്റെ ലിപ്പ് ലൈനറാണ് ഉപയോഗിക്കുന്നത്. മാർസ് സ്വിസ് ബ്യൂട്ടി. കാണിച്ചു തരാം. എടാ, അതിന് മുമ്പേ നമ്മൾ നേരത്തെ ഒരു ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ദേ, പൈസ വന്നില്ലായി. അത് സ്പ്രെഡ് ആവുന്നില്ല, ഐ മീൻ സ്മഡ്ജ് ആവുന്നില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 299 ആണ് കേട്ടോ. അത് ആ ലിപ്പ് ലൈനേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് ചിലത് ഭയങ്കരമായിട്ട് ഇത് സ്മഡ്ജായി പോകുന്നുണ്ട് ലിപ്പിന്ന്. എൻ്റെ ലിപ്സ്റ്റിക്ക് എപ്പോഴും സ്റ്റേ ചെയ്യും, പക്ഷേ ഇങ്ങനെ നാക്കുമ്പോഴത്തേക്കും ഇപ്പം ഇങ്ങനെ വേർപ്പൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് കളയില്ലേ, അപ്പോഴത്തേക്കും അത് ഫുൾ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് തോന്നിയപ്പോൾ ലോങ് സ്റ്റേ ഉള്ളൊരു ലിപ്പ് ലൈനർ തപ്പി പോയിട്ട് ഞാൻ മേടിച്ചതാണിത്. ഇത് ലോങ് സ്റ്റേ ആണെന്നൊക്കെയാണ് റിവ്യൂസ് കണ്ടതും പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുള്ളതും. പക്ഷെ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ വളരെ കോമൺ ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ് ചൂസ് ചെയ്ത്. ഈ ബ്രൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ അത് ലിപ്പ് ലൈനർ യൂസ് ചെയ്യാൻ പറ്റും. ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയാണെന്ന് പറയാം. ലാസ്റ്റ് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മേബ്ലിൻ്റെ ഈ ഒരു സൂപ്പർ സ്റ്റേ 30 hours 30 മണിക്കൂർ വരുന്ന ഫൗണ്ടേഷൻ പൗഡറാണ്. എത്രയുണ്ട്? 710 രൂപ. അത്ര ആയില്ലേലും ഒരു 600+ എന്തായാലും ആയിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒറ്റ സ്വൈപ്പിൽ ഹൈഡായി കിട്ടും. ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒറ്റ സ്വൈപ്പിൽ പോകും. നമുക്ക് നല്ല ഫുൾ കവറേജ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലോയി മേക്കപ്പൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇതൊക്കെ പക്ഷേ ഇങ്ങനെ നല്ല നല്ല വൃത്തിക്ക് ഫേസ് നല്ല മാറ്റായിട്ട് നല്ല എന്താ പറയുക, ഭയങ്കര ഒരു പെർഫെക്റ്റ് ഫ്രഷ് ലുക്കില്ലേ, അതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് അടിപൊളി. അതല്ല കുറച്ച് ഗ്ലോയി ആയിട്ട് ഒരു പൊടിക്കൊരു ഓയിലി ആയിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഓക്കെ, പക്ഷേ സാധനം ഹൈ കവറേജ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അതിനൊന്നും ഒരു സംശയവും വേണ്ട കേട്ടോ. അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാനിന്ന് വാങ്ങിക്കുന്നത്. ഇതൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ലോ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്ര സുഖമല്ലാതിരിക്കുന്ന സമയത്ത് ഇത് വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓക്കെ ആകും എന്നുള്ള ഒരു സാധനത്തിൻ്റെ പുറത്ത് വാങ്ങുന്നതാണ്. പക്ഷേ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയായിരുന്നു. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യായിരുന്നു, പക്ഷേ വേണ്ട. മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ അല്ലേ, അപ്പോൾ ഇഷ്ടമാണ്, എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലീൻ്റെ ഭാഗമായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഇതെല്ലാം ഒന്നും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുറ്റബോധമൊന്നുമില്ല. അല്ലേ തന്നെ കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോഴേ സ്വയം സെൽഫ് ഗിഫ്റ്റിംഗ് ചെയ്യുന്ന എത്ര പേരുണ്ട്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേര് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ നമ്മളും വി ഡിസേർവ് ദാറ്റ് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായപ്പോൾ തൊട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങി തുടങ്ങിയത്. ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ 500 രൂപ കൊടുത്തത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നും. പിന്നെ തോന്നും ഓഫ് കോഴ്സ് ഐ ഡിസേർവ് ദാറ്റ് എന്നെനിക്ക് ആ രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ എന്നും വെച്ചിട്ട് കയ്യും കണക്കില്ലാതെ സ്പെൻഡ് ചെയ്യും അങ്ങനെയൊന്നുമല്ല. അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിയിൽ എടുക്കണ്ട. ഈ പറയുന്ന പോലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാതെ നമ്മുടെ പോക്കറ്റിന് വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ എന്നാൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സന്തോഷം തരും എന്നാണെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് ഡൂ ദാറ്റ്. അതിപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്നൊന്നുമല്ല. ചിലപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് നല്ലൊരു ജ്യൂസ് കുടിച്ചാൽ നമ്മൾക്ക് ഓക്കെ ആകുമായിരിക്കും. ഡൂ ദാറ്റ്. എന്താണ് ചെയ്യാൻ തോന്നുന്നത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെയ്യാൻ തോന്നുന്നത് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറ്റബോധം തോന്നേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇത് ഞാൻ വാങ്ങിയത് അനാവശ്യമായിരുന്നു എന്നൊന്നുമല്ല. നമ്മുടെ ഒരു തോന്നൽ, അത് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫീൽ ഗുഡ് സാധനം തോന്നുന്നുണ്ടെങ്കിൽ ദെൻ വൈ നോട്ട്, ഗോ ഫോർ ഇറ്റ്, അത്രേ ഉള്ളൂ.
അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന്. ആൻഡ് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഹാബിറ്റ്സ് ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ആ ഒരു നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗുഡായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് വഴി പറയുക. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം ഓൾസോ. ദിസ് ഇസ് അശ്വതി രഞ്ജിത്ത് സൈനിങ് ഔട്ട്. Ta-ta.